അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി കാഞ്ഞങ്ങാട് നഗരസഭാ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ AD ലത അവതരിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സംസ്ഥാനത്തെ വ്യവസായ സൗകര്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ അനുരണങ്ങൾ നമ്മുടെ നഗരസഭയിലും പ്രതിഫലിക്കുന്നുണ്ട്. മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 128 കോടി 59,139,157 രൂപ വരവും 110 കോടി 95,84,000 രൂപ ചെലവും 17 കോടി 63,55,157 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്രാദേശിക സമ്പദ്ഘടനയ്ക്ക് കരുത്തുപകരാനായി നഗരസഭാ തലത്തിൽ ചെറുകിട സംരംഭക യൂണിറ്റുകൾ തുടങ്ങുന്നതിന് സഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വനിതകൾക്ക് സംരംഭകത്വ വികസന യൂണിറ്റുകൾ, അപ്പാരൽ പാർക്ക് തുടങ്ങിയവയ്ക്കായി ഈ വർഷം തുക വകയിരുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് വിവിധ വ്യവസായ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ മേളകൾ, കരിയർ ബ്രിഡ്ജ് പ്രോഗ്രാം എന്നിവ സംഘടിപ്പിക്കും. വീട്ടുരുചികളോടെയുള്ള നല്ല ഭക്ഷണം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വനിതകളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കും. നഗരത്തിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്കായി അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയങ്ങൾ സ്ഥാപിക്കും. ഷീലോഡ്ജ് നവീകരണം, അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്കായി ജിം ഒരുക്കുന്നതിനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 2 CDSകളിലായി 556 അയൽക്കൂട്ടങ്ങൾ നഗരപരിധിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു അയൽക്കൂട്ടത്തിൽ നിന്നും ഒരു സംരംഭം എന്ന നിലയിലേക്ക് പ്രാദേശിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉല്ലാസയാത്ര സംഘടിപ്പിക്കും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ഉൾപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ ഓണക്കാലത്ത് ഓണക്കോടി നൽകി ആദരിക്കും. ഇതിനു പുറമെ വയോജനങ്ങൾക്ക് ശൌചാലയത്തോടു കൂടിയ മുറി, കട്ടിൽ, ഹാപ്പിനെസ് പാർക്ക് എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി. സാമൂഹിക ഉത്തരവാദിത്വ ഗ്രൂപ്പുകളായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. HIV ബാധിതർക്കുള്ള പോഷകാഹാര വിതരണവും സാമൂഹിക ഉത്തരവാദിത്വ ഗ്രൂപ്പുകളായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. HIV ബാധിതർക്കുള്ള പോഷകാഹാരം വിതരണം ചെയ്യും. അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിനുള്ള നടപടികൾക്കായി അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഉൾപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും. ഭവനം വരുമാനദായകമായ പദ്ധതി ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾക്കൊപ്പം വാക്കർ, കണ്ണട തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യും. നഗരസഭയിലെ ഏറ്റവും വലിയ പ്രശ്നമായ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരണം നടപടികൾ സ്വീകരിക്കും. നഗരസഭയ്ക്ക് കീഴിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട റോഡുകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഈ വർഷം തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ബജറ്റിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.